തൃശൂർ KSRTC ബസ് സ്റ്റാൻഡ് പൊളിച്ചിട്ട് 9 മാസം 2025 സെപ്റ്റംബർ 19-ന് പൊളിച്ചു നീക്കിയ ബസ് സ്റ്റാൻഡ് പുനർനിർമ്മാണത്തിന് ഇതുവരെയും ടെൻഡർ നടപടികൾ പോലും ആരംഭിച്ചിട്ടില്ല. മഴയും വെയിലും പൊടിയും കൊണ്ട് വൻ ദുരിതമാണ് ഇവിടെ എത്തുന്ന യാത്രക്കാർക്ക്. ഒരു അനുമതിയും ലഭിക്കാതെയാണ് ബസ് സ്റ്റാൻഡ് പൊളിച്ചത് എന്നാണ് നിലവിലെ MLA രാജൻ ജയ്പല്ലിന്റെ പ്രതികരണം. ഒരു മുന്നൊരുക്കവും ഇല്ലാതെയാണ് ഈ KSRTC ബസ് സ്റ്റാൻഡ് പൊളിച്ചത്. മാത്രമല്ല, പൊളിച്ചതിന് ശേഷം ഒരു തരത്തിലുള്ള ജോലികളും ഇവിടെ നടന്നില്ലെന്ന് മാത്രമല്ല, മഴക്കാലമായപ്പോൾ ആകെ ചെളിക്കുളമാണ്. അത് കഴിഞ്ഞ് വെയിലായി കഴിഞ്ഞാൽ ആകെ പൊടിമയമാണ് ഈ KSRTC സ്റ്റാൻഡ്. മൊത്തത്തിൽ ഒരു ദുരിതയാത്രയാണ് ഇവിടെ എത്തുന്ന ഈ സ്റ്റാൻഡിലേക്ക് എത്തുന്ന ആളുകൾക്കൊക്കെ തന്നെ ഇവിടെ സമ്മാനിക്കുന്നത്. ഒൻപത് മാസം മുൻപ് തൃശൂർ KSRTC ബസ് സ്റ്റാൻഡ് പുതുക്കി പണിയാൻ എല്ലാ അനുമതിയുമായി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇവിടുത്തെ കെട്ടിടങ്ങൾ പൂർണ്ണമായും പൊളിച്ചു നീക്കിയത്. ദിവസങ്ങളും ആഴ്ചകളും കടന്നുപോയിട്ടും ബസ് സ്റ്റാൻഡിന്റെ പണി മാത്രം പിന്നീട് നടന്നില്ല. ഒടുവിൽ കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലത്ത് മാർച്ച് മാസം 6-ാം തീയതി പുതിയ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന് തറക്കല്ലിട്ടു. ഗതാഗത മന്ത്രിയും മറ്റു മന്ത്രിമാരും ഉൾപ്പെടെ ചടങ്ങിൽ പങ്കെടുത്തു. എന്നാൽ ആ തറക്കല്ല് എവിടെയാണെന്ന് പോലും ഇപ്പോൾ ഇവിടെ ആർക്കും അറിയില്ല. മാത്രമല്ല, ഒരു അനുമതിയുമില്ലാതെയാണ് ഇവിടെ ഉണ്ടായിരുന്ന കെട്ടിടങ്ങൾ പൂർണ്ണമായും പൊളിച്ചു മാറ്റിയത്. പുതിയത് നിർമ്മിക്കാൻ സാങ്കേതിക അനുമതി പോലും ഇതുവരേക്കും ലഭിച്ചിട്ടില്ല. 7 കോടി രൂപ നവകേരള യാത്രയിൽ അനുവദിച്ചു എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായി കെട്ടിടം അന്നത്തെ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറും ഇവിടുത്തെ MLAയും തൃശ്ശൂർ ജില്ലയിലുള്ള മന്ത്രിമാരും കൂടി ഈ കെട്ടിടം മുഴുവൻ പൊളിച്ചു കളഞ്ഞത് തൃശ്ശൂർ ജനതയോടുള്ള കൊലച്ചതിയാണ്. നിയമപ്രകാരമുള്ള ഭരണാനുമതി ലഭിച്ചതിന് ശേഷം മാത്രമേ ടെക്നിക്കൽ സാങ്ഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ടെക്നിക്കൽ സാങ്ഷൻ കൊടുത്തിട്ടില്ല. യുദ്ധകാലാടിസ്ഥാനത്തിൽ എല്ലാം പൊളിച്ചു മാറ്റിയപ്പോൾ മഴയും വെയിലും വന്നാൽ ഒന്ന് കയറി നിൽക്കാൻ പോലും ഒരു കെട്ടിടം ഇവിടെ ബാക്കി നിർത്തിയില്ല. ബസ് സ്റ്റാൻഡിൽ ക്യാൻറ്റീൻ നടത്തുന്ന വ്യക്തിയുടെ കാരുണ്യത്തിലാണ് ഈ കാണുന്ന ചെറിയ ബസ് ഷെൽട്ടറെങ്കിലും ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ദീർഘവീക്ഷണമില്ലാതെ ഒരു പൊതു തെരഞ്ഞെടുപ്പ് വരുന്നു എന്നുള്ളതിൻ്റെ ഭാഗമായി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി നടത്തിയ ഇടതുപക്ഷ ഗവൺമെൻറ് നടത്തിയ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കൊടും ക്രൂരത തൃശ്ശൂരിന് ഉണ്ടായിട്ടുള്ളത്. അധികം വൈകാതെ എല്ലാ അനുമതികളും വാങ്ങി ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു KSRTC ബസ് സ്റ്റാൻഡ് ഇവിടെ ഒരുക്കുമെന്നാണ് തൃശ്ശൂർ MLAയുടെ ഉറപ്പ്. ഇലക്ഷൻ അടുത്ത ഒരു സമയത്ത് ചെയ്ത ഒരു പ്രവൃത്തി, അത് പക്ഷേ ഇത്രത്തോളം ദുരിതമാണ് ജനങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ്. സുജീവ ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.